നമസ്കാരം. നമ്മളെ ഒരു പാറപ്പുറത്ത്, ഒരു കല്ലിന്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു പാറ പാറകളുടെ പുറത്ത് നമ്മളൊരു വിത്തിട്ടിട്ട് എന്തെങ്കിലും ഒരു സീഡ് നട്ടിട്ട് ഇട്ടിട്ട് നമ്മൾ അതിന് ദിവസവും വളവും നൽകി കൊണ്ടുവന്നാൽ അത് മുളയ്ക്കും, കായാകും, വൃക്ഷമാകും, തണലാകും, മരമാകും, അല്ലെങ്കിൽ നിന്ന് നമുക്ക് ഫലം ലഭിക്കും, പൂവുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്ന കൂട്ടത്തിലാണോ നിങ്ങളൊക്കെ? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നല്ലേ പറയുക, നമ്മളൊക്കെ വിഡ്ഢികളാണെന്നല്ലേ പറയുക. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ സ്നേഹം എന്ന് പറയുന്നത് കേട്ടോ. നമ്മളൊക്കെ പല കഠിന ഹൃദയമുള്ള ആളുകൾ ഒരുപാട് നമ്മുടെ ഇടയിലുണ്ട്. കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുന്നവരുണ്ട്. എത്ര തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും തിരിച്ചു തരാൻ നമുക്ക് ആഗ്രഹിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് കഠിന ഹൃദയമുള്ള പാറക്കഷ്ണം പോലുള്ള മനസ്സുള്ള മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് നമ്മൾ എത്രത്തോളം നമ്മുടെ സ്നേഹം കൊടുത്തു കഴിഞ്ഞാലും കണ്ട ഭാവം പോലും നടിക്കില്ല. അവരങ്ങ് തിരിഞ്ഞു കളഞ്ഞ് നടന്നു കളയും. അതുപോലെ തന്നെ അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ. തിരിച്ചു കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ വെള്ളം വിത്തുമായിട്ടിട്ട് വെള്ളം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കാമെന്നും, കാരണം അൺകണ്ടീഷണലായിട്ട് നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ കഴിയും. പക്ഷെ തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ. അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നല്ല പാകമായ മണ്ണുണ്ടാവും. ആ മണ്ണിൽ നിങ്ങൾ ആ വിത്ത് ഒന്ന് ഊന്നി നോക്കുക. അങ്ങനെ ആവുമ്പോൾ ആ വിത്തിൽ നിന്നും നമുക്കുണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, അതിന് വെള്ളം നനച്ചോ, അതിന് നിങ്ങൾ വളമിട്ടോ, അതിന് നിങ്ങൾ തണൽ കൊടുത്തോ, അതിനെ വലുതാക്കിക്കോ, അത് ചെടിയാകും, മരമാകും, വൃക്ഷമാകും, തണലേകും, പൂവ് തരും, കായ് തരും, അതുപോലെ തന്നെ മധുരമുള്ള നല്ല ഫലവും തരും നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത്. പാകമായ മണ്ണിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ വിത്ത് നിങ്ങൾ ഊന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സ്നേഹം തന്നെയായിരിക്കും. സ്നേഹം കൊണ്ട് തന്നെ പൊതിയാനും സ്നേഹം കൊടുക്കാനും വാങ്ങാനും നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ള ജീവിതം നമുക്ക് ജീവിക്കാൻ നമ്മുടെ കുടുംബത്തിനും നമുക്കും നമ്മുടെ ചുറ്റുപാടുകൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. സ്നേഹം മാത്രം. താങ്ക് യു. നമസ്കാരം.